ഹലോ, ഇന്ന് നമ്മൾ പടവലങ്ങയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പടവലങ്ങ ഇതുപോലെ നമ്മൾ ചതുരത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതേ ഷേപ്പിൽ അരിഞ്ഞു വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് അരപ്പിന് ആവശ്യമായിട്ട് നമുക്ക് തേങ്ങയും ഒരു കുഞ്ഞുള്ളിയും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഇപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത് അതുകൊണ്ട് 1 ടീസ്പൂൺ യൂസ് ചെയ്യാം. അത് നമ്മളൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ പടവലവും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് പടവലങ്ങയ്ക്ക് കുറച്ച് വേവുള്ളതായതുകൊണ്ട് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിങ്ങനെ നടുക്കായിട്ട് വെച്ചിട്ട് നമുക്കിതുകൊണ്ട് മൂടി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഈ അരപ്പൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വേവിക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഇളക്കി നന്നായിട്ട് വെള്ളം മൊത്തം പോകുന്ന രീതിയിൽ ആക്കിയെടുക്കാം. നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒട്ടും കാണാത്ത രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ 2 വെജിറ്റബിൾ ഒരുമിച്ച് കുറവാണല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.